ഹലോ ഗൈസ് പറയൂ. ഹലോ ഗൈസ്. എന്താണ് പ്രത്യേകത പറഞ്ഞോളൂ. നിന്റെ ബർത്ത്ഡേയാ. എവിടെ പോണ്? സ്കൂളിൽ പോയിട്ട് പറ എന്താ ചെയ്യാൻ പോണ? ഇതാര് വാങ്ങിച്ചത് ഡ്രസ്സാ? അല്ല, സുജു. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ആദ്യക്കൂടിൻ്റെ സ്കൂളിലെത്തിയിട്ട് നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ കൊടുത്തിട്ട് അതിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ പോരുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവരെടുത്ത വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം. നമ്മൾ ഡെക്കറേഷൻ പരിപാടികൾ നടക്കുകയാണ്. വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയി ജസ്റ്റ് ഒരു കേക്ക് മുറിച്ചു, ആദ്യം പോന്നു. പിന്നെ വൈകുന്നേരം ഇവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ട്, അത്രയേ ഉള്ളൂ. ആദ്യം അച്ഛനും കേക്ക് മേടിക്കാൻ പോയതാണ്. അപ്പം ഇനി വന്നിട്ട് ബാക്കി വീഡിയോസ് എന്തെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ആക്കി ഇടാം. അപ്പോൾ ഗൈസ് ഇതാ കേക്ക് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ക്ലീനാക്കല്ലാണ്. ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ബലൂണേ ഉള്ളൂ. കേക്ക് വരുന്നുണ്ട്. കേക്ക് ബർത്ത്ഡേ ബോയ് എവിടെയാണ്? ബർത്ത്ഡേ ബോയ് അതിനകത്തുണ്ട്. എടുത്തിട്ട് കാണിച്ചു തരാം. ഏത് കേക്കാം? ബ്രഷ് അതവിടെ നിന്നോട്ടെ. പോ. ഏറെക്കുറെ നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇത് അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ കേക്ക്. വൈകുന്നേരമായി. അപ്പോൾ നമ്മളൊരു ആസ്ട്രോണട്ട് തീമിലാണ് കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ബലൂൺ വെച്ച സ്റ്റാൻഡൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ അതുപോലെ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആദ്യം വേറൊരു തീമാണ് പ്ലാൻ ചെയ്തിരുന്നത്, ഒരു റാബിറ്റ് തീം. പിന്നെ ആദ്യം പറഞ്ഞു ആസ്ട്രോണട്ട് തീം മതിയെന്ന്. അപ്പോൾ അങ്ങനെ അതാക്കി. അപ്പോൾ അതാ വൈകുന്നേരമായി, എല്ലാവരും വന്നു കേട്ടോ. ഇനി ഗിഫ്റ്റ് വാങ്ങിക്കലാണ് ആദ്യക്കുട്ടൻ. അങ്ങനെ കുറേ പേരൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ ഉള്ളവരും പിന്നെ ഇവിടെ വീട്ടിലുള്ളവരും മാത്രം. അപ്പോൾ അതാ കുഞ്ഞി വന്നു. കുഞ്ഞി അച്ചോളെ എല്ലാവരും ആദ്യക്കുട്ടന് ഗിഫ്റ്റ് കൊടുക്കലാണ്. അപ്പോൾ 4ാമത്തെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ നമ്മൾ വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ അവൻ്റെ ഒരു സന്തോഷത്തിനൊരു കേക്ക് മുറി, ഫുഡ് കഴിക്കൽ, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ രണ്ടാളും പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും പരിപാടികളിലൊക്കെയാണ്. പിന്നെ ഫുൾ കളിയിലായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴേക്കും അടുക്കളയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കാൻ തുടങ്ങി. ഡ്രസ്സ് കൊണ്ടുവന്നത് നോക്കുക. തോക്കിലാണ് ഫുൾ തോക്കുകളാണ് കേട്ടോ ആദ്യം കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ തോക്കിനോടുള്ള ക്രൈസ് അറിയണതുകൊണ്ട് എല്ലാവരും അതിക്ക് തോക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 5-6 തോക്ക് കിട്ടിയിട്ട് തോന്നുന്നു ലാസ്റ്റിലേക്ക്. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ അധികം വൈകാതെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. ഇതാണ് കേട്ടോ, അപ്പോഴേക്ക് ഡ്രസ്സൊക്കെ മാറ്റി കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. ഓനെന്നെ അറിയണ്ട അതേലെ
മറ്റേ കാറിലോട്ട് ചോദിക്കണം സ്റ്റിയറിംഗ് ഇല്ലേ. അപ്പോൾ അതാ കേക്ക് മുറിക്കലും ഗിഫ്റ്റ് പൊട്ടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പ്ലേ ടൈമാണ് കേട്ടോ. അപ്പോഴേക്കും വലിയവരൊക്കെ ഫുഡ് സെറ്റ് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ കുട്ടികളെല്ലാവരും ഇരുന്ന് കളിയിലാണ്. ആദ്യക്കൂട്ടം കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ടെസ്റ്റിങ്ങിലാണ്. ഇതൊക്കെ ആദ്യം ഓൾറെഡി പറഞ്ഞ് സെറ്റാക്കി വെച്ച് വാങ്ങിച്ച ഗിഫ്റ്റുകളായതുകൊണ്ട് ആദ്യമൊക്കെ അറിയാം ആരൊക്കെ എന്തൊക്കെയാണ് തരുന്നത് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ മാമിയമ്മായും വന്നിട്ടുണ്ടായിരുന്നു. അവർ കേക്ക് മുറിക്കൽ കഴിഞ്ഞിട്ടാട്ടോ എത്തിയത്. അപ്പം അവർ വന്നപ്പോഴും ആദ്യക്ക് ഗണ്ണ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ കുറേ നേരം ഇരുന്ന് കളിച്ച് കുറേ നേരം ഒതുങ്ങിയിരുന്ന് കളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് എല്ലാവരും ബാക്കിയുള്ളവർ ആദ്യം പോകാനുള്ളവരൊക്കെ ആദ്യം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം പിന്നെ വരാത്തവർക്കുള്ള കുറച്ച് പാക്കിങ് പരിപാടികൾ അങ്ങനത്തെ ഓരോ പരിപാടിയിലൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് കുറേ അടിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും വീണ്ടും ഇരുന്ന് കളിക്കും. എന്നാലും മൂന്നാളും കുറേ നേരം ഇരുന്ന് അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു. അപ്പോൾ അവർ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് 3 പേരും കൂടെ നിലത്തൊക്കെ ഇരുന്ന് ചമ്മാറൊക്കെ പടിഞ്ഞിരുന്ന് എല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ അതൊക്കെ കുറേ നേരം വീഡിയോ എടുത്ത് അപ്പോഴേക്കും പിന്നെ അങ്ങനെ ഓരോരുത്തർ ആദ്യം വന്നവരൊക്കെ ഇങ്ങനെ കുറേ പേര് പോയിട്ടോ. അത് കാരണം പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണ്. അതിൻ്റെ ഇടയിൽ പിന്നെ ബാക്കിയുള്ളവർ കുറേ പേര് ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ അത്രയ്ക്ക് തന്നെ വലിയ പരിപാടിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിലുള്ളവർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അടുക്കളയിൽ തന്നെ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ച് നെയ്ച്ചോറും കടായിയും പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ ഫുഡ്. വേറെ ഫുഡൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വെജിറ്റേറിയൻ എന്തോ ഒരു കറിയും വെജ് കുറുമ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞത് അവർ വീണ്ടും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് വീണ്ടും കളിയിലാണ്. നിന്റെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു പറ. ഇതാരും ഒന്നും ഇഷ്ടം ഇത് ആരും മേമ അല്ലേ? ഇതൊക്കെ അതിൻ്റെ ഗിഫ്റ്റുകളാണ് കേട്ടോ. ലാപ്ടോപ്പ് അല്ല അത് ഞാൻ ഇതാ സ്കൂട്ടർ പിന്നെ അതിപ്പോൾ കളിയിലാണ്. ഈ ഡ്രസ്സുകൾ ഫുൾ കോഡ് സെറ്റാണ്. ഇതൊരു കോഡ് സെറ്റ്, ഇതൊരു കോഡ് സെറ്റ്, പിന്നെ ഇതിൻ്റെ ഒരു പാൻറ് ഉണ്ട്. ഇത് ഇന്ന് ആദ്യം രാവിലെ സ്കൂളിൽ കിട്ടും ബർത്ത്ഡേ സെലിബ്രേഷന്. ഇപ്പം എത്രയൊക്കെയാണ് ആദിൻ്റെ ബർത്ത്ഡേ അല്ലേ ആദി? അത് കൂട്ടാ ഇപ്പം എത്ര ഇയറായി? ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയോ? എന്നാ ബായ് പറഞ്ഞോളൂ എല്ലാവരോടും. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള എന്താ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കുറേ ആയി പറഞ്ഞിട്ടില്ലേ? ബൈ ബൈ. ഇതിൽ ഏത് ഗിഫ്റ്റ് ആദ്യം ഏറ്റവും ഇഷ്ടമായത്? അതും ഇതും ഒക്കെ അല്ലേ?